ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കേരള BSNL വന്നിരിക്കുന്ന പുതിയ വേക്കൻസി നോട്ടിഫിക്കേഷനെ പറ്റി ഡീറ്റെയിൽസിലേക്ക് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 26/5/2026 അപ്പം ഇതിൻ്റെ ഡേറ്റ് ഓഫ് ടൈം ഓഫ് സ്റ്റാർട്ടിങ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 4/6/2026 ആണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ടൈം ഓഫ് എൻഡ് എന്ന് പറയുന്നത് 3/7/2026 അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഉണ്ടാവും 4/7/2026 ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാമിനേഷൻ പറയുന്നത് മന്ത് ഓഫ് ഓഗസ്റ്റ് 2026 പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. കേരളത്തിലേക്ക് ഏകദേശം 15ഓളം വേക്കൻസിയാണ്. അതിനകത്ത് 4, 3, 0, 2, 6, 6, 15 എന്നീ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം SC/ST കാൻഡിഡേറ്റ്, SC/ST, OBC, EWS, UR കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 15 വേക്കൻസികളാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. അപേക്ഷിക്കാൻ പറ്റുന്നില്ല, അപേക്ഷിക്കുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. സ്കെയിൽ പേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 16,400 മുതൽ 40,500 രൂപ വരെയാണ്. ഓരോ ഘട്ടമായിട്ടാണ്, ഇയറിനനുസരിച്ചായിരിക്കും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളിതെല്ലാം വായിച്ച് നോക്കിയിട്ട് കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഏജ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് EWS OBSന് 30 വർഷത്തെ ഇളവും, OBC കാൻഡിഡേറ്റ്സിന് 33 ഇയർ, SC/ST കാൻഡിഡേറ്റ് 35 ഇയർ, ബാക്കി PWD 40 ഇയേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. BSNL എംപ്ലോയീസിന് വേക്കൻസികൾ കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 35, 38, 40 എന്നീ ഏജ് ലിമിറ്റാണ്. മാക്സിമം 48, 50 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്ന കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡീറ്റെയിൽസ്. നിങ്ങളിത് നോട്ടിഫിക്കേഷൻ BSNL ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് അപേക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.